ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോമ്പിൻ്റെ തലേന്നത്തെ വിശേഷങ്ങളും അതേപോലെ അത്താഴത്തിൻ്റെ ആ ഒരു കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലൈക്കും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മാവൊക്കെ ഒന്ന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഉഴുന്ന് ദോശക്കുള്ള മാവൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉഴുന്ന് ദോശയാണ്. പിന്നെന്താ ഞാൻ മസാലപ്പൊടികളൊക്കെ നമ്മൾ വലിയ ബോട്ടിലാക്കി എന്നല്ലാതെ ഇതുപോലെയുള്ള മസാല ബോക്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഞാൻ മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ രണ്ട് രീതിയിൽ മസാല ബോട്ടിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അതൊക്കെ പെട്ടെന്ന് തീരുന്നതാവുമ്പം പിന്നെ നറുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ മസാല ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ആ ഒരു സ്ഥാനത്ത് തന്നെ അത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേഗം ഉഴുന്ന് ദോശ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ പാന് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു ബാറ്ററായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉഴുന്ന് ദോശ. ഇതിലേക്ക് നമ്മൾ തലേന്ന് തന്നെ പട്ടാണീൻ്റെ കടലുണ്ടല്ലോ, പിന്നെ ഗ്രീൻ പീസ്, അത് നമ്മൾ നല്ലപോലെ വേവിച്ച് പിന്നെ തേങ്ങയൊക്കെ അരച്ച് പാർന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ചായയും നമ്മളവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ ദോശയും കൂടി ഒന്ന് ചുട്ടെടുത്തു കേട്ടോ. ഇനി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശയും അതുപോലെ ചായ ഉണ്ട്, നല്ലപോലെ ചൂടുള്ള ചായ കുടിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മക്കളെ സ്കൂളിലാക്കി നമ്മൾ നേരെ പോയിട്ടുള്ളത് കീശേരിക്കായിരുന്നേ. അവിടുന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ നമ്മളിതാ ലൈമും അതുപോലെ പൊറോട്ട റോൾ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കഴിച്ചു. പിന്നെ കീശേരി കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നേനുവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്കലവാടിക്ക് വന്നതാണ് കേട്ടോ. ഇനി ഇവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ നമ്മൾ വരുമ്പം അത്യാവശ്യം തോനെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അല്ലറ ചില്ലറ പച്ചക്കറി, ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ കടയിൽ നിന്ന് വാങ്ങി വന്ന് രാത്രിയാണ് കേട്ടോ ഞാൻ ഈ ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ നല്ല പോലെ എന്താ പറയുക നല്ലതാണ് തോന്നിയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് 2 ബോക്സിലാക്കിയിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പേരിയായിട്ടോ അല്ലെങ്കിൽ പൊലച്ചകയ്ക്ക് നമുക്ക് താളിപ്പായിട്ടൊക്കെ യൂസ് ആക്കാം കേട്ടോ. പിന്നെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം കൂടി ഒന്ന് തൊലിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ റെഡിയാക്കണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒട്ടും സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും ഇതും കൂടി ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ ഈ ചുവന്നുള്ളി നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി വറവിടാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആവശ്യം വരുമല്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നോമ്പിൻ്റെ ആ ഒരു ടൈമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കുക്കിംഗ് എളുപ്പമാക്കിയിട്ട് നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് ഈസി ആക്കിയിട്ട് ആ നോമ്പ് തുറക്കാനാവുമ്പോഴേക്ക് റെഡിയാക്കാമല്ലോ. അങ്ങനെ ഞാൻ കുറച്ചൊരു പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നല്ലപോലെ ചെറിയുള്ളി കേക്ക് വൃത്തിയാക്കി ഒന്ന് നല്ലപോലെ തുടച്ചിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അതേപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലപോലെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ചതച്ചെങ്ങാണ്ട് എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ പോയി കിടന്നുറങ്ങിയതിന് ശേഷം പൊലച്ചക്ക് ഒരു 4:36 ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കിച്ചണിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേന്ന് നല്ലപോലെ വൃത്തിയാക്കി വെച്ചുകൊണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല കുളിർമയാണ്. അതേപോലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തലേന്ന് നമ്മൾ ഉപ്പേരിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതേപോലെ പൊലച്ചയ്ക്ക് നമ്മൾ ചിരങ്ങ താളിപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതും നമ്മൾ തലേന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചായൻ്റെ വെള്ളം ഒന്ന് പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും ചെറിക്കും മാത്രമാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ എടുക്കാറുള്ളത്, ഷെയർ ചെയ്തുകൊണ്ട്. അങ്ങനെ ഒരു കോഴിമുട്ടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പൊലച്ചയ്ക്ക് ചെറിക്ക് അധികം ചോറാണ് വേണ്ടത്. എനിക്ക് പിന്നെ ചോറിനോട് വലിയൊരു താല്പര്യമില്ല, എന്നാലും പിന്നെ കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായ നല്ലപോലെ തിളച്ച് വന്നപ്പോൾ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി ചൂടാക്കി അതേപോലെ ഉപ്പേരിയും ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേഗം എന്താ പറയുക മേശമേൽ കൊണ്ടുപോയി വെച്ചിട്ട് ഉപ്പേരിയും കോഴിമുട്ടയും അതേപോലെ ചായയൊക്കെ നമ്മൾ എടുത്തിട്ട് മേശമേൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ ചെറിയനെ വിളിച്ചാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനും ചെറിയും കൂടി ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ അത്തായും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഒരുങ്ങാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ കുറേ ആൾക്കാർ കാണുന്നുണ്ട് എന്നല്ലാതെ കുറച്ച് പേരുടെ കമൻറ്റ് മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളെന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും.
അങ്ങനെ ഇതാ ഉപ്പേരിയും കറിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ചോറ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചു, ലാസ്റ്റ് കുറച്ച് തോനെ വെള്ളം കുടിച്ചു കേട്ടോ. അങ്ങനെയാണ് ഞാൻ പതിവായിട്ട് നോമ്പിനൊക്കെ ചെയ്യാറുള്ളത്. നമ്മൾ ഫസ്റ്റ് നോമ്പ് തന്നെ ആകുമ്പം നമുക്ക് നല്ല ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ ഈ ഒരു സന്തോഷം ഇനിയുള്ള നോമ്പുകളിലേക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കഴിച്ച പാത്രങ്ങളും കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ കിച്ചണൊന്ന് ക്ലീൻ ആക്കിയിടും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് രാവിലേക്ക് കിച്ചൺ ക്ലീൻ ആക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ടാവാറില്ല. മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ റെഡി ആക്കാറുള്ളത്. പിന്നെ ബാങ്കൊക്കെ കൊടുത്തു. പിന്നെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം എന്താ നിസ്കാരം ഓത്തും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു 6 മണി വരെ നമ്മൾ ഖുറാനൊക്കെ ഒന്ന് ഓതി ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടക്കും കേട്ടോ. ചില സമയങ്ങളിൽ അങ്ങനെയൊന്നും റമദാനിൽ കിടക്കാറില്ല. എന്നാലും ഇന്നിപ്പോൾ ഞാൻ കിടന്ന് എണീറ്റതിന് ശേഷം ഇതാ വേഗം വന്നിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടുകയാണേ. അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് മൊത്തം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ പിന്നെ അടിച്ചാരി തുടക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അലക്കലും കാര്യങ്ങളൊക്കെ തലേന്ന് രാത്രി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അലക്കാൻ പിന്നെ വല്ലാതെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഇതാ ഞാൻ ബെഡ്ഷീറ്റും അതേപോലെ ബ്ലാങ്കറ്റൊക്കെ നല്ലപോലെ ഒന്ന് വിരിച്ചിടുന്നുണ്ട്. ഈ ഒരു റൂം ഇതേപോലെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത റൂമിലും കൂടി പോയിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ച് അലക്കിയ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ അതേതായ സ്ഥലത്തും കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ നമുക്ക് ഡീപ്പായിട്ട് തന്നെ ഒന്ന് ക്ലീനായി കിട്ടും. അങ്ങനെ ഇതാ നമ്മൾ എല്ലാം ഒന്ന് ഒതുക്കി പൊറുക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അകം ഒന്ന് അടിച്ചാരി എടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ കൊലായൊക്കെ ഒന്ന് അടിച്ചാരി എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അകമൊക്കെ ഒന്ന് അടിച്ചാരി. പിന്നെ അതാ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ഒരു ടൈമിൽ തന്നെ ഒന്ന് ഇങ്ങോട്ട് അടിച്ചാരി ഇടുകയാണ്. എന്നാൽ പിന്നെ ആ ഒരു പരിപാടി കഴിയുമല്ലോ. പിന്നെ അത്യാവശ്യം നല്ല പോലെ പൊടിയുണ്ട് കേട്ടോ. പൊടിയുള്ള സമയത്ത് തന്നെ അടിച്ചു വരാൻ എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാൻ ഈ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുറ്റത്ത് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിടാറാണ് കേട്ടോ. ഇന്നിപ്പോൾ അതും ഒഴിക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല. പിന്നെ തലേന്ന് രാത്രി നമ്മൾ അലക്കി വെച്ചിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഉണക്കി വെച്ചതാണ് കേട്ടോ നമ്മുടെ വാഷിംഗ് മെഷീനിലിട്ടിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അതൊന്ന് അയലുമ്മലിടുന്നുണ്ട്. എന്നാൽ പിന്നെ അവിടെ നിന്ന് ഒടുങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇനിയിപ്പോൾ മക്കളെ രണ്ടാളെയും സ്കൂളിൽ കൊണ്ടാക്കാനുണ്ട്. നെയ്നുവിന് അംഗനവാടിയിലും ഇഷുവിന് സ്കൂളിലും കൊണ്ടാക്കാനുണ്ട് കേട്ടോ. ഇപ്പം നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നേരത്തെയാണ് കേട്ടോ സ്കൂളും അതേപോലെ അംഗനവാടി സാധ്യ ടൈമിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ ഫോർ വാച്ചിങ്.